സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 1 എപ്പിസോഡ് 3 ആണ്. എപ്പിസോഡ് 1 ഉം 2 കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് താഴെ കൊടുത്തേക്കാം. സോ ചെക്ക് ഇറ്റ് ഔട്ട്. സോ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഈ ബോബ് എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ കണ്ണുറന്ന് നോക്കിയപ്പോൾ ഒരു കുഴിയിലായിരുന്നു. സോ അവൾ കുഴിയിൽ നിന്ന് എഴിച്ചപ്പോഴാണ് അവളന്ന് ശ്രദ്ധിക്കുന്നത്. അവിടെ ഫുള്ള് കുറെ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് സാധനങ്ങളെല്ലാം അവിടെ കിട്ടിയിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഫുള്ള് ചുറ്റും നോക്കുകയാണ്. സോ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ അവൾ നോക്കിയപ്പോഴാണ് അവളെ പുറകിൽ എന്തോ ഒരു രൂപം ഇങ്ങനെ കാണുന്നത്. പേടിപ്പിച്ചില്ലേ ആ ഒരു രൂപം. സോ ആ രൂപത്തിനെ കണ്ടപ്പോൾ തന്നെ അവൾ എങ്ങനെയെങ്കിലും ആ കുഴിയിൽ നിന്ന് മേലോട്ട് കയറാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ നമുക്ക് പറ്റുന്നില്ല അതിനെ കൊണ്ട്. അപ്പോഴാണ് അവിടെ ഒരു ഇരുമ്പ് കമ്പി കാണുന്നത്. സോ അതിൽ പിടിച്ച് കയറി പോകാമെന്നാണ് വിചാരിച്ചത് അവള്. അപ്പോഴേക്കും ആ ജീവി വന്ന് പിടിച്ച് വീണ്ടും കുഴിയിലേക്ക് തള്ളിയിടുകയാണ്. ഇവിടെ വെച്ചാണ് നമുക്ക് സ്ട്രേഞ്ചർ തിങ്സ് ഹോളി ജോളി എന്ന് പറഞ്ഞ ഇത് കാണിച്ച് സീരീസ് സ്റ്റാർട്ട് ആകുന്നത് തന്നെ. പാർട്ടി കഴിഞ്ഞതിന് ശേഷം നാൻസി വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവൾ അമ്മയുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ 10 മണിക്ക് മുന്നേ വീട്ടിലെത്തുന്ന കാര്യം പറഞ്ഞിരുന്നത്. പക്ഷേ അവൾ വന്നത് 10 മണി കഴിഞ്ഞു പോയിരുന്നു. സോ അവിടെ വെച്ച് നാൻസിക്കും നാൻസിയുടെ അമ്മയായിട്ട് ചെറിയ അടിയൊക്കെ ഉണ്ടാകും. അടി മീൻസ് വഴക്കുണ്ടാകും. സോ നാൻസിയുടെ അമ്മയ്ക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. ഇനി സ്റ്റീവ് എന്ന് പറഞ്ഞ പയ്യനുമായിട്ട് ഇവർക്ക് അഫെയർ ഉണ്ടോ എന്നൊരു ഡൗട്ട് നാൻസിയുടെ അമ്മയ്ക്കുണ്ട്. സോ അത് പറഞ്ഞാൽ വഴക്ക് കൂടുന്നത് തന്നെ അവര്. സോ അടുത്തതായിട്ട് നമുക്ക് കളിക്കുന്നത് വില്ലിന്റെ അമ്മയാണ്. അവിടെ അവർ ഫുള്ള് ലൈറ്റ് സെറ്റ് ചെയ്തൊക്കെയാണ്. സോ ഈ ലൈറ്റിന്റെ കൂടെ നമുക്ക് വില്ലിനോട് സംസാരിക്കാം, ലൈറ്റ് വെച്ച് നമുക്ക് വില്ലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ജോണതനോട് പറയുകയാണ് ജോയ്സ്. പക്ഷെ ജോണതിനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജോണത അപ്പം ജോയ്സിനോട് പറയും, അമ്മ ഏതാ കറണ്ട് ആണ്, ചിലപ്പോൾ അത് വിട്ട് വരും, അതല്ലാതെ വില്ലൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ് ജോയ്സിനോട് ജോണസൺ. ഇനി കാണിക്കുന്നത് വില്ലിന്റെ ഫ്രണ്ട്സിനെയാണ്. സോ ഈ വില്ലിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ലെവനോട് സഹായം ചോദിച്ചിട്ട് ലെവനെ വെച്ച് നമുക്ക് വില്ലിനെ കണ്ടുപിടിക്കുക എന്നതിന് വേണ്ടി കുറെ സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡസ്റ്റിൻ എന്താണെന്ന് പറഞ്ഞാൽ അവന് കഴിക്കാനുള്ള ആഹാരങ്ങളാണ് വാങ്ങിച്ചുകൊണ്ടുവന്നത്. എന്നിട്ട് മൈക്ക് തന്റെ കയ്യിലിരുന്ന വാച്ച് എടുത്തിട്ട് ലെവന് കൊടുക്കുകയാണ്. ലെവൻ, ഞാൻ എന്റെ വാച്ച് നിന്റെ തന്നെയാണ്, ഞാൻ എന്തായാലും സ്കൂളിലേക്ക് പോവുകയാണ്, സ്കൂളിൽ പോയിട്ട് എന്തായാലും ഒരു 3:15 ആകുമ്പോൾ സ്കൂൾ അടയ്ക്കും, എന്നിട്ട് ഞാൻ വിളിക്കാം, അപ്പോൾ നീ ഞാൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് വരിക എന്ന് ലെവനോട് മൈക്ക് പറയുകയാണ്. എന്നിട്ട് അവരെല്ലാം സ്കൂളിൽ പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നാൻസിയാണ്. സോ ഈ നാൻസി ബാർബറയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ബാർബറ ഇതൊരു സ്കൂളിലേക്ക് വന്നിട്ടില്ല. ഈ ബാർബറ വരാത്തത് കൊണ്ട് നാൻസി ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുകയാണ്. കാരണം ഇന്നലെ രാത്രി ഫുള്ള് ബാർബറ അവൾക്ക് വേണ്ടിയാണ് അവിടെ നിന്നത്. പക്ഷെ ഇന്ന് വന്നില്ല എന്നറിഞ്ഞപ്പോൾ എന്തോ ഒരു സംതിങ് ഫിഷി. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് മറ്റേ പോലീസ് ആയിട്ടുള്ള ഹോപ്പറിനെയാണ്. സോ ഈ ഹോപ്പർ കഴിഞ്ഞ ദിവസം ഈ കാടിനുള്ളിലുള്ള ഒരു ഹോള് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കണ്ടിരുന്നല്ലോ, ഈ ഹോൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവിടെ ഒരു ലാബുമായിട്ട് കണക്ട് ആയിട്ട് ഇരിക്കുകയാണ്. അത് ലാബ് മറ്റേ ഹോക്കിൻസ് ലാബോറട്ടറി അങ്ങോട്ടേക്ക് കണക്ട് ആയിരിക്കുകയാണ്. സോ ലാബിന്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ലാബിനുള്ളിൽ പോകാനത്തെ സെക്യൂരിറ്റി പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിട്ട് ലാബിലേക്ക് പോവുകയാണ് നമ്മുടെ ഹോപ്പറും ടീംസും. സോ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ മൈക്കിന്റെ വീടാണ്. മൈക്കിന്റെ വീട്ടിലെ ലെവൻ മാത്രമേ ഉള്ളൂ, വേറെ എല്ലാവരും സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവള് പെട്ടെന്ന് അവൾ അങ്ങോട്ട് പോയിട്ട് ആ മൈക്കിന്റെ വീട്ടിൽ TV ഓൺ ചെയ്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീമാൻ, പണ്ട് നമ്മൾ കാണുന്ന സാധനം ഉണ്ടല്ലോ ഹീമാൻ, അത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അവൾ അതിങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് ഈ കൊക്കക്കോളയുടെ ആടുണ്ടല്ലോ അഡ്വർടൈസ്മെന്റ് പരസ്യം, സോ അതിങ്ങനെ ഓടുന്നത് കാണുന്നത്. അപ്പോഴേക്കും അവൾക്ക് എന്തോ ഒരു ഡിസ്റ്റർബ് ആയിട്ട് പഴയ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. അവൾ ആ ലാബിൽ ഇരുന്ന സമയത്ത് അവിടെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ ഈ കൊക്കക്കോളയുടെ ബോട്ടിൽ വെച്ചിട്ട് അവളുടെ പവർ കൊക്കക്കോളയിലോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞായിരുന്നു. സോ ഇങ്ങനെ അവൾക്ക് ഓർമ്മ വന്നിട്ട് പോവുകയാണ്. സോ അടുത്തതായിട്ട് വില്ലിന്റെ അമ്മയെ കാണിക്കുകയാണ്. വില്ലിന്റെ അമ്മ ജോയ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ളായിട്ട് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വില്ലിനോട് ലൈറ്റ് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയുള്ള ലൈറ്റ് മാത്രം പോരാ, അതുകൊണ്ട് കടയിൽ പോയിട്ട് വീണ്ടും ഒരുപാട് ലൈറ്റ് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അടുത്തതായി ഹോപ്പറിനെ കാണിക്കുകയാണ്. സോ ഹോപ്പർ ആ ലാബിനുള്ളിൽ പോയിട്ട് വീണ്ടും ആ ഹോളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ചിലപ്പോൾ ഈ പയ്യൻ ഈ ഹോള് വഴി പോയി കാണും എന്ന് പറയുകയാണ്. അപ്പോഴാണ് ഇവിടെ ഓഫീസർ പറയുന്നത് ആരും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല, ഇവിടെ വന്നാലും ഫുള്ള് സെക്യൂരിറ്റി ക്യാമറയും സെക്യൂരിറ്റി ഉണ്ട്, സോ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ആർക്കും തിരിച്ചു പോകാനും പറ്റില്ല എന്നൊക്കെ കാര്യങ്ങൾ പറയുകയാണ്. സോ എനിക്ക് ആ ക്യാമറ ഒന്ന് കാണണമെന്ന് ഹോപ്പർ പറയുകയാണ്. ആ ഓഫീസർ ആ ക്യാമറ കാണിക്കാൻ വേണ്ടി ഹോപ്പറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ക്യാമറ ഫുട്ടേജ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. സോ ആ ഫുട്ടേജിൽ ആരും വന്നതായിട്ട് തോന്നുന്നില്ല. സോ ഹോപ്പർ തിരിച്ചു പോവുകയാണ്. വെളിയിൽ പോയതിനു ശേഷം ഹോപ്പർ എന്റെ കൂട്ടുകാരന്മാരെടുത്ത് പറയുകയാണ് ക്യാമറയിൽ കാണിച്ച CCTV ഫുട്ടേജ് എല്ലാം ഫേക്ക് ആണ് എന്ന് പറയുകയാണ്. അതെന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് വില്ല് കാണാതായ സമയത്ത് നല്ല മഴയായിരുന്നു. സോ ആ ടൈം നല്ല മഴ ആയതുകൊണ്ട് തന്നെ CCTV ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ആ CCTV ക്യാമറയിൽ മഴയുടെ ഒരു ചാൻസും ഒരു സാധ്യതയും കാണുന്നില്ല. എന്നിട്ട് മഴ പെയ്തതായിട്ട് ആ CCTV ക്യാമറ കാണിക്കുന്നതേ ഇല്ല. അവിടെ വെച്ച് ഹോപ്പറിന് മനസ്സിലായിട്ടുണ്ട് ഇവരെന്തോ നമ്മളിന്ന് മറയ്ക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ചെറിയ ഡൗട്ടോട് കൂടിയാണ് ഹോപ്പർ അവിടെ തിരിച്ചു പോകുന്നത് തന്നെ. അടുത്ത വില്ലിന്റെ ചേട്ടനായിട്ടുള്ള ജോണതിനെ കാണിക്കുകയാണ്. ഈ ജോണത് എന്താണെന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന് കൂടെ വേറെ സഹായിക്കാൻ വേണ്ടി സ്കൂളിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അവന്റെ കൂടെ. സോ അവളും കൂടെ എന്ത് ഫോട്ടോ ഒക്കെയാണ് ജോണതൻ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ മൈക്കിന്റെ അമ്മയായിട്ടുള്ള ക്യാര ജോണതിന്റെ അങ്ങോട്ടേക്ക് വരികയാണ്. സോ വില്ലിന്റെ അമ്മയ്ക്ക് വേണ്ടി ഫുഡ് ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുകയാണ് ക്യാര. സോ ആ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. അടുത്തതായിട്ട് കളിക്കുന്നത് നമ്മുടെ ഹോപ്പറിനെയാണ്. ഹോപ്പർ എന്ന് പറഞ്ഞാൽ ആ ലാബിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി ലൈബ്രറിയിലൊക്കെ പോയി ചോദിക്കുകയാണ് ലാബിന്റെ ഹിസ്റ്ററിയൊക്കെ. അപ്പോഴാണ് അവർക്കൊരു ഫോട്ടോ കിട്ടുന്നത്. ആ ഫോട്ടോയിൽ ആ ലാബിലുള്ള ഡോക്ടറും ഉണ്ടായിരുന്നു. സോ ഈ ഡോക്ടറിന് ചുറ്റും
കുറെ മെമ്പേഴ്സും ഉണ്ട്. സോ അവരെല്ലാം ഇങ്ങനെ കാണിക്കുകയാണ്. അവരിട്ടേക്കുന്ന ഡ്രസ്സ് അപ്പാണ് ഹോപ്പർ ശ്രദ്ധിക്കുന്നത്. അന്ന് ഫോറസ്റ്റിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ ആ ഹാളിൽ നിന്ന് കിട്ടിയില്ല ആ ഡ്രസ്സിന്റെ പീസും ഇവരിട്ടേക്കുന്ന ഡ്രസ്സും ഏകദേശം സെയിം ആണ്. ഇപ്പൊ തന്നെ ഹോപ്പറിന്റെ ഏകദേശം എല്ലാം ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത സീൻ കളിക്കുന്നത് വില്ലിന്റെ വീട് തന്നെയാണ്. വില്ലിന്റെ വീട്ടിൽ കാരനും കാരന്റെ മകളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൽ കാരന്റെ മകൾ എന്ന് പറഞ്ഞ കൊച്ചു കുട്ടിയാണ്. സോ ആ കുട്ടിയാണെങ്കിൽ ആ വീട് ഫുള്ള് ചുറ്റി നോക്കുകയാണ്. സോ ആ കുട്ടി അറിയാതെ വില്ലൻ റൂമിന്റെ അകത്ത് പോവുകയാണ്. ഈ വില്ലിന്റെ റൂമിലുള്ള ലൈറ്റ് എല്ലാം ഓൺ ആയിട്ടും ഓഫ് ആയിട്ടും ഇങ്ങനെ ഓണായി ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. വില്ലിന്റെ റൂമിന്റെ വാളിൽ നിന്ന് എന്തോ ഇങ്ങനെ രൂപം ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ തന്നെ വില്ലിന്റെ അമ്മയായിട്ടുള്ള ജോയ്സ് പെൺകുട്ടിയെ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നീ എന്തെങ്കിലും രൂപത്തിൽ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കണ്ടിരുന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ട വില്ലിന്റെ അമ്മയും ഭയങ്കരമായിട്ട് ഭയന്നിരിക്കുകയാണ്. എന്നിട്ട് ജോയ്സ് പെട്ടെന്ന് തന്നെ നീ ഫുഡ് തന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് കാരനെയും കുട്ടിയെയും വീട് വിട്ട് പുറത്താക്കുകയാണ്. പറഞ്ഞു വിടുകയാണ്. വേറൊന്നുമില്ല. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നാൻസിയെ കാണിക്കുകയാണ്. നാൻസി എന്ന് പറഞ്ഞാൽ ബാർബറയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിന് കോൾ ചെയ്തിട്ടൊന്നും കിട്ടുന്നുമില്ല. നാൻസി ഫുള്ളായിട്ട് അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ ജോണതൻ ഈ ഡെവലപ്പ് ചെയ്ത ഫോട്ടോസിനെ എല്ലാം ഈ സ്റ്റീവ് എന്ന് പറഞ്ഞ ആ പയ്യ ഉണ്ടല്ലോ അവൻ വന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി ബുള്ളി ചെയ്തിട്ട് അവന്റെ കയ്യിലുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. ആ ഫോട്ടോ എല്ലാം ഇങ്ങനെ വലിച്ചു കീറി അറിയിക്കുകയാണ് ആ സ്റ്റീവ് എന്ന് പറഞ്ഞ പയ്യൻ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ പാർട്ടി ചെയ്ത കാര്യം ആരും അറിയരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഫസ്റ്റ് ആ ഫോട്ടോ കയറി കളഞ്ഞു. അത് ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് സ്റ്റീവ് ആ ക്യാമറ കൂടെ വലിച്ചു പൊട്ടിച്ച് കളയുകയാണ്. പക്ഷെ നാൻസി ആ സമയത്ത് ബാർബറ ഉണ്ടല്ലോ അവളുള്ള ഫോട്ടോ മാത്രം എടുത്തിട്ട് അവൾ അത് തിരിച്ചു പോവുകയാണ്. സമയം 3:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ലെവൻ മൈക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് ലെവൻ ഒരു പൂച്ചക്കുട്ടിയെ കാണുന്നത്. ആ സമയത്ത് ലെവന് വീണ്ടും ഫ്ലാഷ് ബാക്ക് പാസ്റ്റ് മെമ്മറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലാബിൽ ഒരു പൂച്ചക്കുട്ടിയെ വെച്ചിട്ട് അവൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ പൂച്ചയുടെ അടുത്ത് ടെലികൈനസിസ് പവർ എന്ന് പറഞ്ഞാൽ ആ ബ്രെയിൻ വെച്ചുള്ള പവർ പൂച്ചയുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി പറയുകയാണ്. പക്ഷെ അവർക്ക് പൂച്ചക്കുട്ടിയെ കൊല്ലാൻ പറ്റുന്നില്ല എക്സ്പെരിമെന്റിൽ. അങ്ങനെ ഡോക്ടർ ലെവനെ റൂമിൽ അടയ്ക്കാൻ പറയുകയാണ്. സോ അങ്ങനെ റൂമിൽ അടയ്ക്കാൻ വേണ്ടി ലെവനെ ഇങ്ങനെ രണ്ടുപേര് വലിച്ചുകൊണ്ട് പോയപ്പോൾ ലെവന് പെട്ട ദേഷ്യം വന്ന ആ പവർ പുറത്തെടുത്ത് ഇവന്മാരെ അടിച്ച് തെറിപ്പിക്കുകയാണ്. സോ ഇത് കണ്ട ഡോക്ടറിന് അതിശയപ്പെട്ടിട്ടോ ഇവർക്ക് ശക്തി ഇപ്പോഴും ഉണ്ട് എന്നൊരു ഇതിൽ വെച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. സോ അവളിങ്ങനെ ആലോചിച്ച സമയത്ത് തന്നെ മൈക്കും ഡസ്റ്റിനും ലൂക്കസും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ തന്നെ അവളെ പാസ്റ്റ് അടച്ച് ബ്രേക്ക് ആവുകയാണ്. സോ അതോടെ ഇവർ 4 പേര് വില്ലിനെ തേടി പോവുകയാണ്. സോ അടുത്തതായിട്ട് സീൻ കാണിക്കുന്നത് നാൻസി ബാർബറയെ തേടുന്നതാണ് കാണിക്കുന്നത്. സോ അന്ന് നൈറ്റ് പാർട്ടി സെലിബ്രേറ്റ് ചെയ്ത് ആ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ ആ വീട്ടിൽ ഒന്ന് നോക്കിയപ്പോഴാണ് ബാർബറയുടെ കാർ ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ബാർബറ അപ്പൊ എങ്ങും പോയിട്ടില്ല എന്നുള്ള കാര്യം ഒക്കെ മനസ്സിലായി. സോ അങ്ങനെ നാൻസി ആ ഫോറസ്റ്റ് ഫുള്ളും ചുറ്റി നോക്കാൻ പോവുകയാണ്. സോ അപ്പോഴാണ് ആ സ്ഥലത്ത് എന്തോ ഒരു രൂപത്തിനെ കണ്ടിട്ട് പേടിച്ച് നാൻസി അവിടെ നിന്ന് തിരിച്ച് ഓടിപ്പോകുന്നത്. ഇവിടെ വെച്ച് ആ സീൻ കട്ടാകുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വില്ലിന്റെ അമ്മയായിട്ടുള്ള ജോയ്സിനെയാണ്. അവരെന്ന് പറഞ്ഞാൽ ഈ വാളിൽ ഫുള്ള് ആ ലൈറ്റ് ഒക്കെ വെച്ച് ഫിറ്റ് ചെയ്തൊക്കെയാണ്. അത് കടയിൽ വാങ്ങിച്ച ലൈറ്റ് അല്ല. ഏകദേശം 26 ലൈറ്റ്സ് ഉണ്ടായി. ആ 26 ലൈറ്റിന്റെ താഴെയായിട്ട് 26 ലെറ്റേഴ്സ് ആയ ABCD ഫുൾ ആയിട്ട് എഴുതി വെക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് ലൈബ്രറിയിലുള്ള ഹോപ്പറിനെ കാണിക്കുന്നത്. ഹോപ്പറിന് പെട്ടെന്നൊരു കോൾ വരികയാണ്. ആ കോളിൽ എന്തൊന്നും നമുക്കറിയില്ല. പക്ഷെ ആ കോൾ വന്ന ഉടനെ ഹോപ്പർ പെട്ടെന്ന് കാറെടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. മൈക്കും ഡസ്റ്റിനും ലൂക്കസും എല്ലാവരും ഈ ലെവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സ്ഥലത്ത് നിന്നാണ് വില്ല് അവസാനം കാണാതായതെന്ന് ലെവൻ പറയുകയാണ്. ഈ സമയത്ത് പറഞ്ഞാൽ ഫോറസ്റ്റിൽ ആരുമില്ല. പക്ഷേ ദൂരെയായിട്ട് കുറെ പോലീസുകാരും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് കാണുകയാണ്. സോ ഇത് ചിലപ്പോൾ വില്ലിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും തിരിച്ച് ഈ ആംബുലൻസിനെയും പോലീസിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. ആരൊക്കെ? ഈ ഡസ്റ്റിനും ലൂക്കസും മൈക്കും എല്ലാം വേണം. സോ ഇപ്പൊ വില്ലിന്റെ വീട് കാണിക്കുകയാണ്. വില്ലിന്റെ മോമ ലൈറ്റ് വെച്ചിട്ട് വില്ലിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വില്ലിന്റെ അടുത്ത് ചോദിക്കുകയാണ്, വിൽ നീ എവിടെയാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ചോദിച്ചതിന് വാളിലുള്ള ലൈറ്റ് ഉണ്ടല്ലോ ഓരോ അക്ഷരത്തിൽ നിന്ന് ഇങ്ങനെ ബ്ലിങ്കായി കത്തുകയാണ്. വില്ലിന്റെ അമ്മ ചോദിച്ച ക്വസ്റ്റിന് മീൻസ് ജോയ്സ് ചോദിച്ച ക്വസ്റ്റിന് ആൻസർ പറഞ്ഞത് റൈറ്റ് ഹിയർ എന്നാ പറഞ്ഞത്. അതിനുശേഷം വില്ലിന്റെ അമ്മ ചോദിക്കുകയാണ്, വിൽ ഞാൻ നിന്നെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഇപ്പൊ വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ RUN ഇതാണ് വന്നത്. റൺ എന്നാണ് വന്നത്. ഇപ്പോഴാണ് ആ ചെവറിന് പിന്നിലുള്ള ആ ഒരു രൂപം ചെവര് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നത് കാണുന്നത്. സോ അത് കണ്ട് ഭയന്ന ജോയ്സ് ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടുകയാണ്. അടുത്ത സൈഡിൽ കാണിക്കുന്നത് മൈക്കിനെയും ഫ്രണ്ട്സിനെയാണ്. മൈക്കും അവന്റെ ഫ്രണ്ട്സും ഇങ്ങനെ ആംബുലൻസിനെ ഫോളോ ചെയ്തിട്ട് ഒരു ക്വാറിയിൽ വന്നിരിക്കുകയാണ്. സോ ആ ക്വാറിയിൽ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ നിന്ന് ഒരു ഡെഡ് ബോഡി എടുക്കുകയാണ്. ആ ശരീരം വില്ലായിരിക്കരുത് എന്ന് പറഞ്ഞ് അവർ ടെൻഷൻ അടിക്കുകയാണ്. പക്ഷേ ലൂക്കസ് കാര്യം പറയുകയാണ്, അത് വില്ല് തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ മൈക്ക് ലെവനെ നോക്കിയിട്ട് ദേഷ്യപ്പെടുകയാണ്. നീ അല്ലേ പറഞ്ഞു അവൻ മരിച്ചിട്ടില്ല എന്നൊക്കെ. ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് മൈക്ക് സൈക്കിൾ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് തന്റെ അമ്മയെ കണ്ടിട്ട് കാരനെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മളെ മൈക്ക്. സോ അടുത്ത സൈഡില് വില്ലിന്റെ അമ്മയെ കാണിക്കുകയാണ്. വില്ലിന്റെ അമ്മ ജോയ്സ് ഇറങ്ങി ഓടി അപ്പോഴാണ് തന്റെ മോനായ ജോണതിനെ കാണുന്നത്. ജോണതിനെ കണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. അവിടെ വെച്ച് ഈ സ്ട്രേഞ്ചർ തിങ്സ് ഹോളി ജോളി എന്ന് പറഞ്ഞ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ആൻഡ് ഇനി ആ സീരീസിന്റെ എക്സ്പ്ലനേഷൻ വേണമെന്ന് കമന്റ് കൂടി ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ബൈ ഫ്രം കിരൺ സെൻസൈ.